ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ വാസുദേവനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശനോടും അച്ഛനോടുമായിട്ട് ചന്ദ്രിക പറയാണ്. ഇദ്ദേഹം ജാനകി അമ്മയുടെ കൂടെ നല്ല രീതിക്ക് ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നതല്ല, ജാനകി അമ്മയുടെ സ്വത്തുക്കൾ അപഹരിക്കാൻ വേണ്ടി വന്നതാണ്. വാസുവിനാണെങ്കിൽ ചന്ദ്രികയെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഇവൾ തുടക്കം തൊട്ടേ ഞങ്ങൾ തമ്മിൽ പിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് സംസാരിക്കുന്നത്, മുഴുവൻ കള്ളത്തരങ്ങളാണ് ഇവൾ പറയുന്നത്. അപ്പോൾ മഹേന്ദ്രൻ ഇടപെടുകയാണ്, മിണ്ടരുത്, ചന്ദ്രികയ്ക്ക് നിങ്ങളെ തമ്മിൽ പിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശവും ഇല്ല. അവളാണെങ്കിൽ കള്ളം പറയാറുമില്ല, അവൾക്കത് പറയാനും അറിയില്ല. അത് മാത്രമല്ല, നീ ഞങ്ങളോട് സംസാരിച്ചിട്ട് കാര്യവുമില്ല. ജാനകി വന്നതിന് ശേഷം അവളോട് സംസാരിക്കുക. അവൾ എടുക്കുന്ന തീരുമാനമാണ് അവസാനത്തെ തീരുമാനം. ശരി അളിയാ, ഞാൻ പോയി ജാനകിയോട് സംസാരിക്കാം. ജാനകി ഇപ്പോൾ വീട്ടിലില്ല, അവളുള്ളപ്പോൾ വന്ന് അവളോട് സംസാരിച്ച് മാപ്പ് ചോദിക്ക്. അവൾ നിനക്ക് മാപ്പ് തന്ന് അവൾ നിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു കുഴപ്പവും. ആ സമയത്തൊക്കെ വാസു ഇങ്ങനെ ചന്ദ്രികയെ വെറുപ്പോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് അയാൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഏയ് ചന്ദ്രിക, നീ എനിക്കാണോ പണി തരാൻ ഉദ്ദേശിക്കുന്നത്? നടന്നത് തന്നെ. എന്നെ ഇങ്ങനെ പണി തന്ന് ഒഴിവാക്കിയിട്ട് നിനക്ക് സിദ്ധാർത്ഥിനെ കല്യാണം കഴിക്കാനാണോ നീ വിചാരിക്കുന്നത്? സാധിക്കില്ല ചന്ദ്രിക. ചന്ദ്രികയെ നോക്കുന്ന സമയത്തൊക്കെ വാസുവിൻ്റെ മുഖത്ത് ആ ഒരു ദേഷ്യവും വെറുപ്പും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ മറ്റേ മഹേന്ദ്രൻ്റെയും മുത്തശ്ശൻ്റെയും മുഖത്തേക്ക് നോക്കുന്ന സമയമാകുമ്പോഴേക്കും പാവത്തിനെ പോലെ നിൽക്കുവാണ്. എന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് രണ്ടുപേരോടും പറയുന്നുണ്ട്, ശരി അളിയ, ശരി അമ്മാവ, എന്നാൽ പിന്നെ ഞാൻ പോവുകയാണ്. എന്നിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അതിനുശേഷം അവർ മൂന്ന് പേരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ വാസുദേവനെക്കുറിച്ച് ചന്ദ്രികയ്ക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. അതേസമയം മേഘയുടെ വീട്ടിലാണെങ്കിൽ നല്ല പോത്ത് പോലെ ഉറങ്ങുവാണ് മനോഹരനും മുത്തശ്ശിയും പ്രിയമോളും അതുപോലെ തന്നെ മേഘയൊക്കെ ചേർന്നിട്ട്. നേരം വെളുത്തതുപോലും ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞതിന് ശേഷം മേഘ എഴുന്നേറ്റ് പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി. 10:10 സമയം. അയ്യോ, 10 മണി കഴിഞ്ഞോ? ഇത്ര നേരം കിടന്നുറങ്ങിപ്പോയോ? അയ്യോ എന്ന് പറഞ്ഞിട്ട് വേഗം ഓടിപ്പിടിച്ച് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അവൾ ചെന്ന് വാതിൽ തുറന്ന സമയത്ത് മുറ്റം നിറച്ചും ഇലകളുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ മുറ്റം നിറച്ചും ഇലയും അഴുക്കുവാണല്ലോ. മേഘ തിരിഞ്ഞു നോക്കിയ സമയത്ത് അവിടെ ചൂല് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ മേഘ വേഗം തന്നെ പോയിട്ട് സാരി എളിയിൽ കുത്തിവെച്ചിട്ട് ചൂലെടുത്തിട്ട് മുറ്റടിച്ച് വരുവാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ലക്ഷ്മി അത് ആ കാഴ്ച കാണുന്നത്, മേഘ മുറ്റടിച്ചു വരുന്നത്. ലക്ഷ്മിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരു അഹങ്കാരിയായ മേഘയായിരുന്നില്ല, ഒരു സാധാരണക്കാരിയായ മേഘയെ കാണുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത്. വീട്ടുമുറ്റമൊക്കെ അടിച്ചു വാരി അവിടുന്ന് ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ പൊടി ഇങ്ങനെ പാറുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വകവെക്കാതെ മേഘ മുറ്റടിച്ചു വാരിയാണ്. അത് കാണുമ്പോൾ ലക്ഷ്മിക്ക് വല്ലാത്ത സങ്കടവും സഹതാപവും തോന്നുന്നുണ്ട്. മേഘയാണെങ്കിൽ ലക്ഷ്മി തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവൾ മുറ്റടിച്ചു വാരി വേസ്റ്റൊക്കെ മാറ്റിയിട്ടതിന് ശേഷമാണ് കുളിക്കാൻ പോകുന്നത്. ആകെ വേർത്തിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിയും ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നീട് മേഘ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നിട്ട് മുറ്റത്തൊക്കെ തളിക്കുകയാണ്, ആ പൊടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അരിമാവ് കൊണ്ടുവന്ന് കോല എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയാണ് തുടങ്ങുക? ശരി, നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മേഘ ശ്രമിക്കുകയാണ്. മേഘ അവളെ കൊണ്ടാവുന്നത് പോലെ അരിമാവ് വെച്ച് കോല എഴുതുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അവൾ തന്നെ അതിൻ്റെ ഭംഗി ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് അകത്ത് നിന്ന് കോട്ടുവായിട്ടുകൊണ്ട് മുത്തശ്ശി ഇറങ്ങി വരുന്നത്. അപ്പോൾ മേഘ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മേഘ, എന്താ മോളെ നീ ചെയ്തിരിക്കുന്നത്? കോലം വരച്ചതാണ് മുത്തശ്ശി. അത് കേട്ട സമയത്ത് മുത്തശ്ശി പൊട്ടിച്ചിരിക്കുകയാണ്. എന്താ മുത്തശ്ശി ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, കോലത്തെ നിന്നേക്കാളും അലങ്കോലാക്കിയിരിക്കുന്നത് കണ്ടിട്ട് ചിരിച്ചു പോയതാണ്. കോലം ഇതുപോലെ ഈ ലോകത്തിൽ മറ്റാരും ഇടില്ല എന്നും പറഞ്ഞ് അവർ കളിയാക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ മേഘയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുവാണ്. ഇത്ര വയസ്സായിട്ടും നിനക്ക് കോല ഇടാൻ പോലും അറിയില്ലേ മേഘ? അത് കേട്ട സമയത്ത് മേഘ കുറച്ച് ദേഷ്യത്തോടെ സംസാരിക്കുന്നത്, ഞാൻ പഠിച്ച കോളേജിൽ എനിക്ക് കോല ഇടാനാണോ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നത്? ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാതെ മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് മേഘ അകത്തേക്ക് പോവുകയാണ്. മുത്തശ്ശി ആ കോലം നോക്കി നിൽക്കുമ്പോഴാണ് കോട്ടുമായിട്ടുകൊണ്ട് അകത്ത് നിന്ന് മനോഹരൻ ഇറങ്ങി വരുന്നത്. കോലം കണ്ടപ്പോൾ തന്നെ അയാൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ചേച്ചി, മുറ്റത്ത് തന്നെ ഇടിയപ്പമാവ് കൊണ്ട് എന്തോ കോലം വരച്ചതുപോലെ? ഏയ്, ഇത് ഇടിയപ്പം അല്ലടാ മേഘ, കോലം വരച്ചതാണ്. എന്ത് കോലമോ? ഇതെന്താ ഇത്ര അലങ്കോലായിരിക്കുന്നത്? അത് കേട്ടുകൊണ്ടാണ് മേഘ അകത്ത് നിന്ന് വരുന്നത്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, മുറ്റത്ത് വേസ്റ്റ് ഉണ്ടായപ്പോൾ പോലും അലങ്കോലായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് അതിനേക്കാളും വലിയ അലങ്കോലായല്ലോ. മേഘ മനോഹരനെ നോക്കിയിട്ട് എളിക്ക് കയ്യും കൊടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ മനോഹരൻ പേടിയോടെ പറയുന്നുണ്ട്, അത് പിന്നെ വായിന്ന് അറിയാതെ വന്നു പോയതാ മേഘ. ശരി ശരി, വിട് മേഘ, എനിക്കൊരു കോഫി ഉണ്ടാക്കി തരാമോ? മുത്തശ്ശി മേഘയോട് ചോദിക്കുകയാണ്.
അപ്പോൾ മനോഹരനും ചോദിക്കുന്നുണ്ട് എനിക്ക് ഒരു ഡബിൾ സ്ട്രോങ്ങിലുള്ള കോഫി. അപ്പോൾ മേഘ ദേഷ്യത്തോടെ പറയാണ്, എന്താ പറഞ്ഞത്? ഒരാൾക്ക് ഫിൽറ്റർ കോഫി, ഒരാൾക്ക് ഡബിൾ സ്ട്രോങ് കോഫി. മേഘയുടെ ദേഷ്യം കണ്ടപ്പോൾ മുത്തശ്ശി അനുനയത്തോടെ പറയാണ്, ഫിൽറ്റർ കോഫി അല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ചൂടുള്ള കോഫി ആയാലും മതി. അപ്പം മേഘ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ഞാനെന്താ നിങ്ങളുടെയൊക്കെ വേലക്കാരിയാണോ? അതെന്താ വേലക്കാരികൾ മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടോ? മുത്തശ്ശി തിരിച്ചു ചോദിക്കുന്നുണ്ട്. നമ്മുടെ ജോലി നമുക്ക് തന്നെ ചെയ്യാലോ. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശി തന്നെ പോയി കോഫി ഉണ്ടാക്ക് പോ. മനോഹരൻ മേഘയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ആഹാ അത് കൊള്ളാലോ ചേച്ചി, മേഘ പറഞ്ഞത് കേട്ടില്ലേ, ചേച്ചി തന്നെ പോയി കോഫി ഉണ്ടാക്ക്. ശരി ശരി, ഞാൻ തന്നെ പോയി ഉണ്ടാക്കാം. അപ്പോൾ മനോഹരൻ പിന്നീന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഡബിൾ സ്ട്രോങ് ആണ് എനിക്ക്, മറന്നു പോവരുത്. രാവിലെ അടിച്ചു വാരിയത് കൊണ്ട് തന്നെ മേഘ നടുവേദന എടുത്തിട്ട് കഷ്ടപ്പെടുവാണ്. ആ സമയത്ത് മനോഹരൻ പറയുന്നുണ്ട്, മേഘ ചേച്ചി പോകുന്നത് കാണുമ്പോൾ കാപ്പിപ്പൊടിക്ക് പകരം മുളക് പൊടി ഇടുമെന്ന് എൻ്റെ സംശയം. മേഘ ആകെ വയ്യാത്തതുപോലെ നിന്നിട്ട് പറയുന്നുണ്ട്, അമ്മാവാ പാത്രമൊക്കെ കഴുകാനുണ്ട്, അവിടെ പോയിട്ട് സുന്ദരിയെ കൂട്ടിയിട്ട് വാ. മേഘ അവൾ ഈ വീട്ടിൽ ജോലിക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മേഘ. അത് കേട്ടപ്പോൾ മേഘ അരിശത്തോടെ ചോദിക്കുകയാണ്, അതെങ്ങനെ അവൾ അങ്ങനെ പറയുന്നത്? അവളെ ജോലിക്ക് ചേർത്തത് നമ്മളല്ലേ? നമ്മളാണ് ജോലിക്ക് ചേർത്തത്, പക്ഷേ നമ്മളിപ്പോൾ ആ വീട്ടിലില്ലല്ലോ, അവൾ ആ വീട്ടിലാണ് ജോലി ചെയ്യുക എന്നാ പറയുന്നത്. ശരി, എങ്കിൽ ആദ്യം തന്നെ അമ്മാവൻ പോയിട്ടൊരു നല്ല വേലക്കാരിയെ കൂട്ടിയിട്ട് വാ. അകത്തേക്ക് നോക്കിയിട്ട് മനോഹരൻ പറയുന്നു, ഇതെന്താ കോഫി കൊണ്ടുവരാത്തത്? മേഘ ഇപ്പോൾ ജോലിക്കാരൊക്കെ സൗദി, കുവൈറ്റ്, ദുബായ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് ജോലിക്ക് പോകുന്നത്. ഇനി അവിടെയൊന്നും പോവാതെ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ മാസം 10,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. അത് കേട്ടതും മേഘ വായി തുറന്ന് നിൽക്കുക. എന്താ അമ്മ ഈ പറയുന്നത്? വീട്ടിലെ ജോലി ചെയ്യുന്നതിന് 10,000 രൂപ സാലറിയോ? അതെന്നെ, അത്രയും പൈസയാണോ ചോദിക്കുന്നത്? ഈ 2,000-3,000 രൂപക്കൊക്കെ പണ്ട് കാലത്താണ് ജോലി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഉള്ള സ്ത്രീകളൊക്കെ 10,000-ന് മുകളിലാണ് ചോദിക്കുന്നത്. മനോഹരൻ കൂളായിട്ട് പല്ല് കുത്തിക്കൊണ്ടാണ് പറയുന്നത്. മേഘയാണെങ്കിൽ ആകെ ദേഷ്യത്തോടെയാണ് കേട്ട് നിൽക്കുന്നത്. മേഘ, നിന്നെക്കൊണ്ട് മാസം 10,000 രൂപ കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ പറ, ഇപ്പം ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം കയ്യോടെ. അപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, ഈ ചെറിയൊരു വീട് വൃത്തിയാക്കുന്നതിനും കുറച്ച് പാത്രങ്ങൾ കഴുകുന്നതിനും മാസം 10,000 രൂപ ശമ്പളം കൊടുക്കണോ? അങ്ങനെയാണെങ്കിൽ ആ ജോലി നിനക്ക് ചെയ്താൽ പോരെ? അപ്പം മേഘ ഇങ്ങനെ ദേഷ്യത്തോടെ അയാൾ നോക്കുകയാണ്. അപ്പോൾ അയാൾ പേടിയോടെ പറയുന്നുണ്ട്, ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാ മോളെ. മേഘ അരിശത്തോടെ അകത്തേക്ക് പോവുകയാണ്. മനോഹരം പിറുപിറുത്തുകൊണ്ട് പറയുന്നുണ്ട് കോലം നോക്കിക്കൊണ്ട്, ഏയ് കോലെന്ന് മുകളിൽ എഴുതി വെക്ക്, എന്നാലേ വായിക്കാൻ പറ്റൂ. അയാൾ പല്ലുകുത്തിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്. അപ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ലക്ഷ്മി. മഹേന്ദ്രൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വന്നിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, ഏട്ടാ നോക്ക്, പുറത്ത് വന്നിട്ടൊന്ന് നോക്കൂ, മേഘ എത്രത്തോളം മാറിയെന്ന് ഏട്ടന് മനസ്സിലാവും. ആര്? മേഘയോ? ഈ ലോകത്തിൽ സൂര്യൻ ഉദിക്കുന്ന ഭാഗം വേണമെങ്കിൽ മാറും, പക്ഷേ മേഘ മാറില്ല. അപ്പോൾ ലക്ഷ്മി സങ്കടത്തോടെ പറയുന്നുണ്ട്, ഏട്ടൻ ഇങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്ന് പുറത്ത് വന്ന് നോക്കൂ. വരൂന്നേ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് മഹേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുവാണ് മേഘയെ. ആ സമയത്ത് മേഘയാണെങ്കിൽ പാത്രങ്ങളൊക്കെ പുറത്തെടുത്ത് കൊണ്ട് വച്ചിട്ടുണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. അവൾ കഷ്ടപ്പെട്ടിട്ട് പാത്രങ്ങളൊക്കെ കഴുകുവാണ്, മുൻപ് ചന്ദ്രിക കഴുകിയതുപോലെ. അപ്പോൾ മഹേന്ദ്രനും ലക്ഷ്മിയും ദൂരെ നിന്ന് അത് കാണുന്നുണ്ടായിരുന്നു. ലക്ഷ്മിക്ക് സഹിക്കാനാവുന്നില്ല മേഘ അങ്ങനെ കഷ്ടപ്പെടുന്നത്. പാത്രം കഴുകുന്നതിനിടയിൽ തന്നെ മേഘയുടെ മുഖത്തൊരു കൊതുക് വന്നപ്പോൾ മേഘ കൊതുകിനെ തല്ലുവാണ്. അപ്പോൾ കരിയൊക്കെ മുഖത്തായിട്ടുണ്ട്. മേഘയ്ക്ക് ആകെ അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ ലക്ഷ്മി മഹേന്ദ്രനോട് പറയുന്നുണ്ട്, പാവം മേഘയെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുവാണ് ഏട്ടാ. അപ്പോൾ മഹേന്ദ്രന് മനസ്സിലായി ലക്ഷ്മിയുടെ മനസ്സിൽ മേഘയ്ക്ക് വീണ്ടും പഴയ പോലെ തന്നെ സ്ഥാനം തോന്നുന്നുണ്ടെന്ന്. ആരെ കാണുമ്പോഴാണ് നിനക്ക് സങ്കടം തോന്നുന്നത്? ഇവളെ കാണുമ്പോഴോ? പാമ്പിനെ കൂടി കണ്ടിട്ട് നമുക്ക് സങ്കടം തോന്നാം, ഇവളെ കണ്ടിട്ട് സഹതാപം തോന്നേണ്ട ആവശ്യമില്ല. പാമ്പിനേക്കാളും വിഷവിത്താണ് ഇവള്. എന്താ ഏട്ടാ മോളെ നോക്കി ഇങ്ങനെയൊക്കെ പറയുന്നത്? ആര്? മോളാ ഇത്? വിഷാണിവള്. പക്ഷേ മേഘ അങ്ങനെ ഇരുന്ന് കഷ്ടപ്പെട്ട് പാത്രം കഴുകുന്നത് കാണുമ്പോൾ ലക്ഷ്മിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ചന്ദ്രികയെ പോലെയല്ല, മേഘയെ കുട്ടിക്കാലം തൊട്ട് ആ ഒരു രീതിയിലാണ് അവർ വളർത്തിക്കൊണ്ട് വന്നിരുന്നത്. അപ്പോൾ പെട്ടെന്ന് കയറിയിട്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ലക്ഷ്മിക്ക് സഹിക്കാനാവുന്നില്ല. അപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അവളെ കൊണ്ടുണ്ടായ അപമാനമൊന്നും നിനക്ക് മതിയായിട്ടില്ലേ? അവളെ നോക്കിയിട്ട് സഹതാപം പറയാൻ നിനക്ക് നാണമില്ലേ? അപ്പോഴും ലക്ഷ്മി ഒന്നും പറയാതെ സങ്കടത്തോടെ മേഘയെ നോക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെപ്പോലുള്ള മനസ്സുള്ളവരെ നോക്കിയിട്ടാണ് ഇവളെപ്പോലുള്ള ആൾക്കാർ ചൂഷണം ചെയ്യുന്നത്.
ഇവൾ ചെയ്ത തെറ്റിന് ഇവൾ ഇതിനേക്കാളും വലിയ ശിക്ഷയാണ് അനുഭവിക്കേണ്ടത്. ആ സമയത്ത് മേഘയുടെ മുതുകിൽ കൂടി ഒരു കൊതുക് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മേഘ ഇങ്ങനെ പാത്രം ഇട്ടുകൊണ്ട് കൊതുകിനെ തല്ലാൻ വേണ്ടി നോക്കുവാണ്. അതിന് അവൾക്ക് പറ്റാത്തതുകൊണ്ട് അവൾ മുത്തശ്ശിയെ വിളിച്ച് കൂവുന്നുണ്ട്, മുത്തശ്ശി മുത്തശ്ശി. അപ്പോൾ മഹേന്ദ്രൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവാണ്. ലക്ഷ്മി സങ്കടത്തോടെ മേഘയെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. മുത്തശ്ശി മുത്തശ്ശി ഒരു നിമിഷം ഇങ്ങോട്ടൊന്ന് വാ, എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി അകത്ത് നിന്ന്. അപ്പോൾ ലക്ഷ്മിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് മേഘയെ സഹായിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഹേന്ദ്രനെ പേടിച്ചിട്ട് അവർ അനങ്ങാതെ അവിടെ നിൽക്കുവാണ്. അപ്പോഴേക്കും മാലതി മുത്തശ്ശി അകത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്താ മേഘ, മുതുക് വേദനിക്കുന്നു, ഒന്ന് ചൊറിഞ്ഞു തരാമോ? കുരുവിയുടെ തല നോക്കാൻ വേണ്ടിയിട്ട് 8 ആൾക്കാർ മെനക്കെട്ട കഥ പോലെയാണ്. നീ കഴുകുന്നത് 4 പാത്രമാണ്. ഇതിന് 7 ആൾക്കാർ നിനക്ക് ചുറ്റും വേണോ? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോഴും മേഘ ഇങ്ങനെ കൊതുക് കടിച്ചതിൻ്റെ ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ലക്ഷ്മിക്ക് സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. എന്നിട്ട് മുത്തശ്ശി തന്നെ മേഘയ്ക്ക് ചൊറിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മതിയോ? മതി. പക്ഷേ ദൂരെ നിന്ന് ലക്ഷ്മി ഇതൊക്കെ കാണുന്നത് അവർ രണ്ടുപേരും അറിയുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം പെട്ടെന്നാണ് മേഘ കഴുകി വെച്ച പാത്രങ്ങൾ മുത്തശ്ശി ശ്രദ്ധിക്കുന്നത്. അപ്പം അത് നോക്കിയിട്ട് അവർ ചോദിക്കുന്നുണ്ട്, അയ്യയ്യേ എന്താ മേഘ ഇത്? നീ പാത്രങ്ങളൊന്നും ശരിക്കല്ലേ കഴുകിയത്? ശരിക്ക് ശ്രദ്ധിച്ച് തേച്ച് കഴുകുമോളെ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. മേഘയ്ക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ലാത്തതുകൊണ്ട്. മേഘ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ മുത്തശ്ശി വീണ്ടും എടുത്തിട്ട് കഴുകാൻ ഇട്ട് കൊടുക്കുകയാണ്. അത് കണ്ടപ്പോൾ മേഘ പറയുന്നുണ്ട്, അയ്യയ്യോ വീണ്ടും വീണ്ടും ഇതിൽ തന്നെ ഇടല്ലേ മുത്തശ്ശി, കൈയൊക്കെ വേദനിക്കുന്നു മുത്തശ്ശി. അത് കേട്ടപ്പോൾ ലക്ഷ്മി പിന്നെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും നീ കഷ്ടപ്പെടരുതെന്ന് കരുതിയിട്ടാണ് നിന്നെ മഹേന്ദ്രൻ്റെ സ്വത്തിന് ആളാക്കിയത്. എന്നാൽ നീയാണെങ്കിൽ കിട്ടിയത് മുഴുവൻ നശിപ്പിച്ചിട്ട് വീണ്ടും ഇവിടെ തന്നെ എത്തി കഷ്ടപ്പെടുവാണ്. മുത്തശ്ശി മേഘയുടെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അവളിങ്ങനെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഇതൊന്നും അറിയാതെ അകത്ത് നിന്ന് മനോഹരം ഫോൺ ചെയ്തുകൊണ്ടാണ് വരുന്നത്. ആരോടോ അയാൾ പറയുന്നുണ്ട്, എത്ര തന്നെ നമ്മൾ നായയെ കുളിപ്പിച്ച് വീട്ടിനകത്തേക്ക് വെച്ചാലും അത് വീണ്ടും വാലാട്ടിക്കൊണ്ട് കുപ്പത്തൊട്ടിക്കരികെ തന്നെയല്ലേ പോവുള്ളൂ. അത് മേഘയെ ഒരു കളിയാക്കിയതുപോലെയായിട്ടാണ് അവൾക്ക് തോന്നുന്നത്. അതുപോലെയുണ്ട് നീ പറയുന്നത് കേൾക്കുമ്പോൾ. ഫോണിലെ സംഭാഷണമാണ്. അപ്പോഴാണ് അയാൾ മേഘയെ നോക്കുന്നത്. മേഘ അവിടെ അടുത്ത് വെച്ചിരുന്ന ഒരു വടിയെടുത്തിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് അയാളെ തല്ലുന്നുള്ള രീതിയിൽ. അപ്പം തന്നെ മനോഹരം പറയുന്നുണ്ട്, അല്ലല്ല അങ്ങനെ ഒരു പഴമൊഴിയുണ്ട് എന്ന് ഞാൻ പറയുമായിരുന്നു എന്ന് ഫോണിൽ കൂടെ തന്നെ പറഞ്ഞിട്ട് വേഗം അവിടുന്ന് രക്ഷപ്പെടുവാണ്. മേഘയുടെ ദേഷ്യം മനസ്സിലാക്കിയിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അത് നിന്നോടല്ല, അവൻ ഫോണിൽ ആരോടോ പറഞ്ഞതാണ്. നീ പാത്രം കഴുകിക്കോ. അയ്യോ ഒന്ന് പോകുന്നുണ്ടോ മുത്തശ്ശി? മേഘയ്ക്ക് ദേഷ്യം വരികയാണ്. ശരി ശരി എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി അകത്തേക്ക് പോകുന്നുണ്ട്. മേഘയാണെങ്കിൽ വീണ്ടും കഴുകിയ പാത്രങ്ങൾ തന്നെ ദേഷ്യത്തോടെ ഒരച്ചൊരച്ച് കഴുകുവാണ്. അതേസമയം മഹേന്ദ്രനാണെങ്കിൽ പ്ലംബറെ വിളിക്കുകയാണ്. എവിടെയാ ഉള്ളത്? വീട്ടിൽ വെള്ളം വരുന്നില്ല, ഒന്ന് വീട്ടിലേക്ക് വരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വരാമോ? ഇവിടെ വെള്ളം കിട്ടുന്നില്ല, എനിക്ക് തോന്നുന്നത് പൈപ്പ് എവിടെയോ പൊട്ടിയിട്ടുണ്ടെന്നാണ്. ഓ അങ്ങനെയാണോ, എങ്കിൽ ഞാൻ പെട്ടെന്ന് നേരം വരാം എന്ന് പറഞ്ഞാൽ കോൾ കട്ട് ചെയ്യുകയാണ്. അതേസമയം ലക്ഷ്മി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പ്ലംബറെ വിളിച്ചോ എന്ന്. ഞാൻ വിളിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും ആ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുളിക്കാനുള്ള ഡ്രസ്സുമായിട്ട് ചന്ദ്രികയും വരുന്നത്. അവൾ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ എൻ്റെ ബാത്റൂമിൽ നിന്ന് വെള്ളം വരുന്നില്ല. അത് കേട്ട് ചിരിക്കുകയാണ് ലക്ഷ്മി. എന്താ അമ്മ ചിരിക്കുന്നത്? നിൻ്റെ ബാത്റൂമിൽ നിന്നും വെള്ളം വരുന്നില്ലേ? എൻ്റെ ബാത്റൂമിൽ നിന്നും വരുന്നില്ല. അയ്യോ എനിക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, ഇനി എന്താ ചെയ്യുക? ചന്ദ്രിക ചോദിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ സിദ്ധാർത്ഥിൻ്റെ മുറിയിൽ പോയിട്ട് കുളിച്ചോളൂ. ഏയ് അത് വേണ്ട അമ്മ, ഞാൻ അമ്മയുടെ ബാത്റൂമിൽ നിന്ന് കുളിക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ലക്ഷ്മി പറയാണ്, സിദ്ധാർത്ഥ് രാവിലെ തന്നെ കുളിച്ചു മാറ്റി എങ്ങോട്ടോ പോയി, അവൻ റൂമിലില്ല എന്ന്. അത് കേട്ട സമയത്ത് ചന്ദ്രിക പോണോ പോണ്ടോ എന്ന് ചിന്തിച്ച് നിൽക്കണം. നിന്നെ ആരും ഒന്നും പറയില്ല, നീ പൊയ്ക്കോ എന്ന് ലക്ഷ്മി പറഞ്ഞപ്പോഴാണ് അവസാനം ചന്ദ്രിക സിദ്ധാർത്ഥിൻ്റെ ബാത്റൂമിലേക്ക് പോകുന്നത്. സിദ്ധുവിൻ്റെ ബാത്റൂമിൽ കയറിയിട്ട് പൈപ്പ് തുറന്നപ്പോൾ വെള്ളം കണ്ടപ്പോഴാണ് ചന്ദ്രയ്ക്ക് സമാധാനമായത്. സമാധാനം, ഇവിടെയെങ്കിലും വെള്ളം ഉണ്ടല്ലോ. അതിനുശേഷം തോർത്തൊക്കെ വെച്ച സമയത്താണ് അവൾ നോക്കുമ്പോൾ ബാത്റൂമിൽ സിഗരറ്റിൻ്റെ പാക്കറ്റും അതുപോലെ തന്നെ ലൈറ്ററും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതെടുത്തിട്ട്, സിദ്ധു സാറ് പുകവലിക്കോ? അദ്ദേഹം സിഗരറ്റ് വലിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പിന്നീട് ചന്ദ്രിക കുളിക്കാൻ വേണ്ടി ഷവർ ഓൺ ആക്കുവാണ്. അതേസമയം സിദ്ധാർത്ഥ് അവൻ്റെ ചാർജർ കാണാനായിട്ട് മുറിയിൽ വന്നതാണ്. അവൻ ഒരുപാട് തെരഞ്ഞതിന് ശേഷം പില്ലോൻ്റെ അടിയിൽ നിന്നാണ് ചാർജർ കിട്ടുന്നത്. തിരിച്ചു പോകുമ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് ബാത്റൂമിൽ നിന്നും ശബ്ദം കേൾക്കുന്നത്. ഇതാരാണ് എൻ്റെ ബാത്റൂമിൽ എന്നൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ സിദ്ധു ബാത്റൂമിൻ്റെ അടുത്തേക്ക് വരലും ചന്ദ്രിക ഡോറ് തുറക്കലും ഒരുമിച്ചായിരുന്നു. ചന്ദ്രിക ഡോറ് തുറന്നിട്ട് പെട്ടെന്ന് മുന്നിൽ സിദ്ധുവിനെ കണ്ടപ്പോൾ അവളും ഒന്ന് പകച്ചുപോയി. കാരണം ഒന്നാമത് അവൾ നൈറ്റിയിലാണ് ഉണ്ടായിരുന്നത്. അവളാണെങ്കിൽ ഇതുവരെ സിദ്ധുവിൻ്റെ മുന്നിൽ അങ്ങനെ നൈറ്റിയിൽ വന്നിട്ടില്ല. സിദ്ധു ഇല്ലാന്നുള്ളൊരു ധൈര്യത്തിലാണ് അവൾ അങ്ങനെ വന്നത്. സിദ്ധു ആണെങ്കിലും ചന്ദ്രികയെ നൈറ്റി കണ്ടപ്പോൾ ആദ്യം ഒന്ന് അമ്പരന്ന് പോയിട്ടുണ്ടായിരുന്നു. ഏയ് ചന്ദ്രിക, നീ എന്താ ഇവിടെ?
പെട്ടെന്ന് സിദ്ധു അവളുടെ വേഷം കണ്ടിട്ട് ഇങ്ങനെ അടിമുടി നോക്കുവാണ്. അപ്പം തന്നെ ചന്ദ്രികയ്ക്ക് നാണായിട്ട് അവൾ വീണ്ടും ഓടിയിട്ട് ബാത്റൂമിലേക്ക് കയറിയിട്ട് വാതിലിൻ്റെ മറവിൽ നിൽക്കുവാണ്. അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് ചിരി വരുന്നുണ്ടായിരുന്നു. ചന്ദ്രിക തലയിട്ട് നോക്കിയപ്പോൾ ചിരിച്ചുകൊണ്ട് സിദ്ധു ചോദിക്കുകയാണ്, ചന്ദ്രിക എൻ്റെ ബാത്റൂമിൻ്റെ അകത്ത് നീ എന്ത് ചെയ്യുവാ? അത് പിന്നെ സർ, എൻ്റെ ബാത്റൂമിൽ വെള്ളം വരുന്നില്ല. അമ്മയോട് പറഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് കുളിക്കാൻ പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, അതവിടെ നിൽക്കട്ടെ. ഇതെന്താ നിന്റെ രൂപം ഒരു പുതിയതായിട്ട്? ചന്ദ്രികയ്ക്ക് മനസ്സിലായെങ്കിലും അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ സർ ഉദ്ദേശിച്ചത്? അത് ചന്ദ്രിക, നീ നൈറ്റി ഇട്ടിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. ചന്ദ്രിക ഒന്നും പറയാതെ നാണത്തോടെ വാതിലിന് മറവിൽ നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു കൈകെട്ടി നിന്നുകൊണ്ട് അവളോട് ചോദിക്കുന്നുണ്ട്, എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ നിന്നെ സാരിയിലല്ലാതെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നിന്നെ നൈറ്റിയിൽ കാണുന്നത്. ഇതുവരെ നൈറ്റിയിൽ കണ്ടിട്ടില്ലല്ലോ. എന്നാ നൈറ്റിയിലും നീ നല്ല സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രിക നാണത്തോടെ പറയാണ്, ഒന്ന് പോ സാർ, കളിയാക്കാതെ. എപ്പോൾ കണ്ടാലും സാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. സത്യമല്ലേ ചന്ദ്രിക പറഞ്ഞത്? അതുകൊണ്ടല്ലേ നീ ഇതിനെ ദേഷ്യം പിടിക്കുന്നത്? അപ്പോൾ ചന്ദ്രിക നാണത്തോടെ പറയാണ്, ശരി സാർ, ഞാൻ കുളിച്ചു കഴിഞ്ഞു. എന്നെ അമ്മ അന്വേഷിക്കുന്നുണ്ടാവും, എനിക്ക് പോകണം. അത് കേട്ട് സിദ്ധു ചിരിക്കുകയാണ്. ചന്ദ്രികയ്ക്ക് അവനവിടെ ഉള്ളത് കൊണ്ട് പോകാനൊരു ചമ്മലുണ്ടായിരുന്നു നെയ്റ്റിയിട്ടത് കൊണ്ട്. അപ്പോൾ അത് കാണുന്ന സമയത്ത് സിദ്ധാർത്ഥ് കൈകെട്ടി നിൽക്കുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.